ഒരു റെസ്യൂമെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടീച്ചർ റെസ്യൂമെയിൽ എന്തെല്ലാം വേണമെന്ന് ചോദിച്ചു ഒരു സുഹൃത്ത് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു പേജുള്ള ഒരു റെസ്യൂമെയാണ് നമുക്ക് ആവശ്യം. നമ്മുടെ ഹോബീസ്, നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊന്നും ഇപ്പോഴത്തെ റെസ്യൂമെ ഡിമാൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാമ്പിൾസ് ഇവിടെ ഞാനിപ്പോൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള സെൻറ്റൻസ് ക്രിയേഷനിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ChatGPT പോലുള്ള ടൂൾസ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള കീവേഡ്സ് അല്ലെങ്കിൽ നമ്മൾ സെൻറ്റൻസ് നമ്മൾ ChatGPTയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ റീഫ്രെയിം ചെയ്ത് നമുക്ക് തരും. അപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ റെസ്യൂമേയിൽ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ദിവസം കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ റെസ്യൂമെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ AI ടൂൾസ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണും, ഞാനിവിടെ ടീച്ചിങ് റെസ്യൂമെ ഫോർ ബിഗിനർ എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എല്ലാ വേണ്ട കാര്യങ്ങളും ഇവിടെ ഓൾറെഡി ഒരു കൊടുത്തു കഴിഞ്ഞു. ഫസ്റ്റ് നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ, സെക്കൻഡ് നമ്മുടെ സമ്മറി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്, നമ്മൾ എന്താണ് നമ്മുടെ കരിയർ ഗോൾസ് എന്താണെന്ന് ജസ്റ്റ് ഒരു 2-3 സെൻറ്റൻസിൽ പറയുക. അതിനുശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ, ബാച്ചിലർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മാസ്റ്റർ എഡ്യൂക്കേഷൻ എന്താണ് നമ്മുടെ ഡിഗ്രി എന്ന് പറയുക. അതിനുശേഷം റിലവൻ്റ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടത് സ്കിൽസ് ആണ്, ടെക്നിക്കൽ അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസ്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട് എന്താണ്, ഇത് ജസ്റ്റ് കോപ്പി ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും സർട്ടിഫിക്കേഷനോ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും കോഴ്സോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. ഇത്രയുമാണ് ഒരു CV-യിൽ വേണ്ട കാര്യങ്ങൾ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം നമ്മുടെ CV എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഓൺലൈൻ ടൂൾസ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു CV ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ്. നമ്മളിവിടെ ക്രിയേറ്റ് റെസ്യൂമെ എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു റെസ്യൂമെ ഉള്ള ആളാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ റെസ്യൂമെ എന്ന് കൊടുക്കുമ്പം നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് അവർ നമ്മുടെ കാര്യങ്ങളെല്ലാം ചോദിക്കുകയും അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫോർമാറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾ കുറച്ചുകൂടി ഹൈ ലെവൽ അല്ലെങ്കിൽ ബിഗ് ഓർഗനൈസേഷനിൽ ജോലി നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്പനികളിലെല്ലാം മാനുവലി HR ആയിരിക്കില്ല നോക്കുന്നത്, ATS അതായത് അപ്ലിക്കൻ്റ് ട്രാക്കിംഗ് സിസ്റ്റം വഴിയായിരിക്കും അവർ റെസ്യൂമെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കീവേഡ്സ്, നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വേർഡ്സും മെഷീൻ ലാംഗ്വേജും മാച്ച് ചെയ്താൽ മാത്രമാണ് ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് അവിടെ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വലിയ ഒരു കമ്പനിയിലോട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള സൈറ്റുകൾ യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ എന്നാലും നമുക്കത് ഇതുവഴി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കമ്പൈൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെസ്യൂമെ അവർ ചെയ്തു തരുന്നതാണ്. അത് കണ്ടോ, ഒരു പേജുള്ള ഒരു റെസ്യൂമെ ആയിരിക്കണം നമ്മുടെ. ഇതൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ റെസ്യൂമെ ആണ് ഇവിടെ ഡെവലപ്പായി വന്നിരിക്കുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് ഒരു പേജിൽ എല്ലാ സ്കിൽസും എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പേജ് ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസ്യൂമിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ശരിക്കും. ഏകദേശം ഇങ്ങനെയായിരിക്കും ഒരു ടീച്ചർ റെസ്യൂമെ ഇപ്പം വളരെ മിതമായ വേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ, പിന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ്, നമ്മുടെ സമ്മറി, പിന്നെ എക്സ്പീരിയൻസ്, പിന്നെ എഡ്യൂക്കേഷൻ, നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസോ സർട്ടിഫിക്കേഷനോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ, പിന്നെ നമ്മുടെ സ്കിൽസ്, ഇതെല്ലാം നമുക്ക് ChatGPTയോ അല്ലെങ്കിൽ ഗൂഗിളോ ഉപയോഗിച്ച് കിട്ടാവുന്നതാണ്. നമ്മുടെ വേർഡ്സ്, നമുക്കധികം വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് കിട്ടുന്നതാണ് ഗൂഗിൾ വഴി. അപ്പോൾ ഈ വീഡിയോ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു റെസ്യൂം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു.